കൺവെൻഷൻ്റെ ഒരുക്കങ്ങളും അതിൽ ഇടവക ജനങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും ഒക്കെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് ഒരാൾക്കൂടെ പ്രാർത്ഥിക്കാം.
പ്രാർത്ഥനയിൽ ഓർക്കാൻ. രോഗികളായി ഭാരമനുഭവിച്ച് കഴിയുന്നവർക്കായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ദൈവകരങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്താൽ കിടപ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും നമുക്ക് അപേക്ഷിക്കാം. അതുപോലെ നമ്മുടെ ഇടവകയിലുള്ള എല്ലാ ഭവനങ്ങളിലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെ തൊട്ട് ആമേൻ സ്തോത്രം. ബന്ധനത്തിലിരിക്കുന്നവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ. കുടുംബത്തിൽ ഭാരങ്ങളെ പ്രയാസങ്ങളൊക്കെ ഉയർന്നു എന്ന് തോന്നുന്നവർക്ക് അതിനൊക്കെ വിടുതൽ താഴ്ന്ന അനുഭവമായി തീരുവാൻ ദൈവമേ ഈ സമയം നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് പ്രാർത്ഥിക്കാം. ഇടവകയിലെ സംഘടനകളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിനായി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ട വിധത്തിലായിട്ടുള്ള ആത്മീയമായ അനുഭവങ്ങൾ കൃപകൾ ലഭിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് വേദപുസ്തകത്തെക്കുറിച്ച് അവർ പഠിക്കുന്ന സമയത്ത് അവർ പഠിക്കുന്നത് മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അത് അനുഭവമായി അതിൽ കൂടെ അവർ വളരുവാൻ കർത്താവ് യേശുവിൻ ദേവാലയത്തിൽ അവൻ ശാസ്ത്രിമാരുടെയും ഒക്കെ നടുവിലിരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിച്ചതുപോലെ കുഞ്ഞുങ്ങൾ പ്രായമുള്ള തൻ്റെ മക്കൾ കൂടെ ദൈവത്തിൻ്റെ വചനം ശരിയായിട്ട് വിധം മനസ്സിലാക്കി അതിൻ പ്രകാരം വളർന്ന് നല്ലൊരു തലമുറ സൺഡേ സ്കൂൾ മുഖാന്തരമായി ഉണ്ടാകേണ്ടതിനായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യുവജന സഖ്യ അംഗങ്ങളെ എല്ലാവരെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യുവജനങ്ങൾ ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ജീവിക്കുവാൻ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പലവിധമായ പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ അവർ ദൈവത്തിൽ അടിയുറച്ച് ശദ്രക്ക മേശക്ക അബേദ്നെഗോ പോലെ അവർ ദൈവത്തിൽ പൂർണ്ണമായി ഉടമ്പടി ചെയ്തവരായി എവിടെ അവരായിരുന്നാലും അവിടെയൊക്കെയും കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായിട്ട് എനിക്കിത് പാടില്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നു, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടവളാകുന്നു എന്നവർ തീരുമാനിച്ചുകൊണ്ട് അവൻ ദോഷത്തെ വിട്ട് അകന്ന് ജീവിക്കുന്ന ജീവിതം നയിക്കുവാൻ നമ്മുടെ യൗവനക്കാരെയൊക്കെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പഠിച്ച് പരീക്ഷയിലൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന മക്കൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പഠനം കഴിഞ്ഞിട്ട് ജോലി അന്വേഷിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്കായി നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം അതിനൊക്കെ മുഖാന്തരങ്ങൾ നൽകുന്ന ദൈവമാകുമല്ലോ. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ യുവജനങ്ങളെയൊക്കെയും നമുക്ക് ദൈവകരങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇടവകയിൽ അവർ കൂടുന്ന കൂട്ടങ്ങളിലൊക്കെയും ദൈവകൃപ കൂടുതലായി അവരുടെ മേൽ നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സേവികാ സംഘ അംഗങ്ങളെ എല്ലാവരെയും ഈ സമയം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ സ്തോത്രം. അവരുടെ കൂടിവരവ് ഒക്കെയും ദൈവികമായിട്ടുള്ള കൂടുതൽ അനുഗ്രഹങ്ങൾക്ക് കൃപകൾ മുഖാന്തരങ്ങൾ ആകുവാൻ തക്കണം ഇടയാക്കണമെന്ന് അപേക്ഷിക്കാം. ദൈവവചനം ശരിയാവണ്ണം പഠിക്കുകയും അതിന് പ്രകാരം അവർ ജീവിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുവാൻ തക്കണം ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിൻ്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവത്തോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ ഇടവമിഷനായി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇടവമിഷൻ്റെ കൂട്ടായ്മകൾ എല്ലാ ഭവനങ്ങളിലും നടക്കണമെന്നുള്ളതാകുമല്ലോ നമ്മുടെ താല്പര്യം. ആമേൻ സ്തോത്രം. ഓരോ ഭവനവും ദൈവാരാധനയുടെ ഭവനങ്ങളായി ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, കുടുംബമായി സാക്ഷ്യം വഹിക്കുവാൻ നമ്മൾ മുഖാന്തരമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇടവമിഷൻ പ്രവർത്തനങ്ങളെയൊക്കെയും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. സീനിയർ സിറ്റിസൺ ഭവനത്തിനായി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രായാധിക്യത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് അവർക്ക് ഒരുമിച്ച് കൂടുവാനായിട്ടുള്ള ഒരു സംഘടന നമുക്ക് ഉണ്ടായത് അവരൊരുമിച്ച് കൂടി സുഖത്തായിട്ടുള്ള വിധത്തിൽ അത് മുന്നോട്ട് പോകുവാൻ തക്കണം. അവരുടെ വാർദ്ധക്യ കാലത്ത് ഞങ്ങൾ ഏകരല്ല, ഞങ്ങളോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഞങ്ങൾക്കുണ്ട് എന്ന് അവർ മനസ്സിലാക്കുവാനും അവർ വാർദ്ധക്യത്തിലും പച്ചപിടിച്ചും പുഷ്ടി പ്രാപിച്ചും വളരുവാൻ തക്കണം ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. വികസന സമിതിയുടെ പ്രവർത്തനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ ഇടവകയിലുള്ള എല്ലാ സംഘടനകളെയും ഇടവകയിലുള്ള എല്ലാ ഭവനങ്ങളെയും നമുക്ക് പ്രത്യേകിച്ച് ദൈവകരങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും രണ്ടുപേർക്ക് ഈ വിഷയങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. Now,
തിരുവേദിക്കായി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവേദി ചുമതലയെടുത്ത്
ആദ്യമായിട്ടുള്ള കൺവെൻഷൻ ആകുമല്ലോ ഈ കൊട്ടാരക്കര ഭദ്രാസനത്തിൽ. തിരുമേനിക്ക് ഈ ഭദ്രാസനത്തെ ശരിയാവണ്ണം അറിയുന്നതിനും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നതിനും ഈ കൺവെൻഷൻ മുഖാന്തരമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ആ കൺവെൻഷനിൽ പ്രസംഗിക്കുവാനായിട്ട് കടന്നു വരുന്ന ദൈവത്തിൻ്റെ മക്കളെയൊക്കെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭദ്രാസനത്തിൽ നമ്മൾ 2 ഇടവകളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് അവർക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരുമിച്ച് കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. തുടർന്ന് നമ്മുടെ സഭയുടെ മൊത്തമായിട്ടുള്ള കൺവെൻഷൻ ആകുമല്ലോ മാരാമൺ കൺവെൻഷൻ. സുവിശേഷ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മാരാമൺ കൺവെൻഷന് നമ്മുടെ സഭയ്ക്ക് ജീവനാഡിയായി പ്രവർത്തിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ കൃപ കൂടുതലായി വ്യാപരിക്കുവാൻ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ച് അനുഗ്രഹപൂർണ്ണമായ വിധത്തിൽ കൺവെൻഷനൊക്കെ നടക്കുവാൻ തൊക്കണം ദൈവമേ നീ അവിടുന്ന് ഇടയാക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മെത്രാപ്പൊലീത്ത തിരുമേനിക്കായും സവർഗൻ മെത്രാപ്പൊലീത്തമാരെയും മറ്റ് തിരുമേനിമാരെയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഭദ്രാസനങ്ങളെയും ഒക്കെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ കാലങ്ങളിൽ പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ നടമാടുന്ന ഈ കാലങ്ങളിൽ സഭ നല്ല സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദൈവ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാൻ തുടർന്ന് നീ അവിടെ ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അവർക്ക് പ്രാർത്ഥിക്കാം. പല ഇടവകളിലും ഈ സമയങ്ങളിലൊക്കെ കൺവെൻഷനൊക്കെ നടത്തുന്നുണ്ടല്ലോ. ആ കൺവെൻഷനൊക്കെ അതാത് ഇടവകൾക്ക് പ്രയോജനമായി അനുഗ്രഹപൂർണ്ണമായി നടക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലോട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ അച്ഛനെയും കുടുംബമായി ദൈവകരങ്ങളിലേക്ക് അവർക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ നേതൃത്വത്തിനായി ദൈവത്തെ സ്തുതിക്കാം. കുടുംബമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇടവകയുടെ ചുമതലക്കാരെയൊക്കെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കൈസ്ഥാന സമിതി അംഗങ്ങൾ ഉചിതമായ തീരുമാനങ്ങളെ കൈക്കൊണ്ടുകൊണ്ട് നല്ല വിധത്തിൽ ഈ ഇടവകയെ നടത്തുവാൻ തക്കണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും വ്യക്തിപരമായിട്ടും നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വ്യസനത്തുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ എന്നെ നടത്തണമേ എന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരാൾക്കൂടെ ശബ്ദത്തിൽ പ്രാർത്ഥിക്കാം.
ഈ സന്ധ്യാസമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതിനായി നന്ദിയോട് നിലവിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പലവിധമായ വിഷയങ്ങൾ നിന്റെ സന്നിധിയിൽ അർപ്പിച്ചു പ്രാർത്ഥിച്ചുവല്ലോ. കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നവരെ ദൈവം ജീവിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, സ്തോത്രം, ഞങ്ങളുടെ പ്രാർത്ഥന ഹല്ലേലൂയ സ്വർഗ്ഗത്തിൽ നിന്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇടവയ്ക്ക് ഇനിയും ജീവനും ശക്തിയും കൃപയും ലഭിക്കുവാൻ തക്കണം ഈ കൺവെൻഷനെ നീ അവിടെ മുഖാന്തരമാക്കി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവെ, അതിന് നിശ്ചയിക്കപ്പെട്ട ഹല്ലേലൂയ ദാസന്മാർ കർത്താവെ തക്ക സമയത്ത് കടന്നു വന്ന് ഇതിന് നേതൃത്വം നൽകി ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ ചെയ്യുവാനും മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും തക്കണം നീ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരുടെ യാത്രയിലൊക്കെ അവിടുന്ന് കൂടെ ഇവിടെ ആയിരിക്കണമേ. അവർ സന്തോഷത്തോടെ കടന്നു വരുവാൻ തക്കണം നീ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ, സ്തോത്രം, അവിടെ 4 ദിവസത്തെ ഹല്ലേലൂയ വചന ശുശ്രൂഷയിൽ കൂടെ ആരാധനയിൽ കൂടെ ഹല്ലേലൂയ സ്തോത്രം സന്തോഷവും ചൈതന്യമുള്ളവരായി ഞങ്ങൾ മാറുവാനും അവരെ സന്തോഷത്തോടുകൂടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലം അവർ മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോകുവാൻ തക്കണം മുഖാന്തരമാക്കണമേ എന്ന് ഞങ്ങൾ ഇതിനോട് അപേക്ഷിക്കുന്നു. പ്രവാചകന്മാർ കൂടെ സംസാരിച്ചവനായ ദൈവമേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികളോടുകൂടെ പ്രവർത്തിച്ചവനായ സർവശക്തനായ കർത്താവെ, നിരമക്കൾ കൂടെ നീ വൻകാര്യങ്ങളൊന്ന് പ്രവർത്തിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം ഇന്നും ഞങ്ങൾക്ക് ആവശ്യമാകുന്നു. കർത്താവെ, ഹല്ലേലൂയ സഭയുടെ മന്ദതയും ഹല്ലേലൂയ മയക്കവും ഒക്കെ മാറി ജീവനും ശക്തിയുള്ളവരായി ഈ കാലം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ഉണരേണ്ടതാണ് സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹല്ലേലൂയ ഉണർന്ന കർത്താവിനെ എതിരേൽക്കുവാൻ ഹല്ലേലൂയ ഒരുക്കപ്പെട്ടതാ ജനമായി മാറുവാൻ തക്കണം നീ അവിടുന്ന് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്ന ലോകമതിൻ്റെ അന്ത്യസമയങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുടെ സമയത്തിലാകുന്നുവല്ലോ ഞങ്ങൾ നിലനിൽക്കുന്നത്. കർത്താവേ, സ്തോത്രം, ഞങ്ങൾ ഉണർവുള്ളവരായി ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ ശോധന ചെയ്യുന്നവരായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ അതിനനുസരിച്ച് ഞങ്ങളെ മാറ്റപ്പെടുത്തുവാൻ നീ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് വിവിധ കാര്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുമ്പോൾ അത് സ്വീകരിക്കുവാനും അംഗീകരിക്കാനും സമർപ്പിക്കുവാനും ഹല്ലേലൂയ പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാനും ഞങ്ങളെല്ലാവരെയും നീ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്റെ മക്കൾ കൂടെ ദൈവം കാര്യങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ കൺവെൻഷൻ്റെതായിട്ടുള്ള ഒരുക്ക കാര്യങ്ങളെയൊക്കെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നിന്റെ സന്നിധിയിലോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം, ഞങ്ങളുടെ ആലോചനയല്ല ദൈവത്തിൻ്റെ ആലോചന തന്നെ നിറവേറുവാൻ തക്കണം നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാധ്യമാക്കി തരുന്ന ദൈവം നീ ആയിരിക്കാതെ നീയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇങ്ങനെ ഈ തീയതികൾ ഈ കൺവെൻഷൻ ഇവിടെ നടക്കണമെന്ന് ആലോചിക്കുവാനും കർത്താവെ അതിനെ എങ്ങനെയൊക്കെ നടത്തണമെന്നൊക്കെ അതിനെ തീരുമാനിക്കുവാനും നീ അവിടുന്ന് ഇടയാക്കിനായി നദിയോട് സ്തോത്രം. അതിന് നേതൃത്വം തരുവാൻ അച്ഛനെയും കുടുംബമായി നീ ഒരുക്കനായി നദിയോട് സ്തോത്രം. കൈസ്ഥാന സമിതി ഹല്ലേലൂയ ഉത്തമമായ തീരുമാനം കൈക്കൊള്ളുവാൻ തക്കണം നീ സഹായിച്ചനായി നദിയോട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് നിന്നാൽ കർത്താവെ എല്ലാ കാര്യം നിറവേറുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏക മനസ്സോടുകൂടെ ഒരേ താല്പര്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ തക്കണം നീ അവിടുന്ന് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ ഇടവകയുടെ എല്ലാ സംഘടനകളെയും നിന്റെ കരങ്ങളിലേക്ക് അവർക്ക് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. സൺഡേ സ്കൂളിനായി പ്രാർത്ഥിക്കുന്നു, അതിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കായി പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവർ നല്ല ആലോചന ലഭിച്ചവരായി കർത്താവിനെ അറിയുന്നവരായിട്ട് ഹല്ലേലൂയ ബാലന്റെ നടപ്പിനെ ഹല്ലേലൂയ സ്തോത്രം ക്രമപ്പെടുത്തുവാൻ തക്കണം. ഹല്ലേലൂയ ദൈവവചനത്തിൽ മുന്നോട്ട് പോകാൻ തക്കണം. അവരെയൊക്കെയും ചെറുപ്രായത്തിൽ തന്നെ നീ അവിടുന്ന് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിന്റെ കൃപയിൽ അവരെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ യുവജന സഖ്യ അംഗങ്ങളെ എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പലരും കർത്താവെ വിദേശങ്ങൾ പലയിടങ്ങളിലായിട്ട് കഴിയുന്നു. അവർക്കായി ഞങ്ങൾ നിന്റെ സന്നിധിയിലോട്ട് പ്രാർത്ഥിക്കുന്നു. അവർ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ളവരായി ജീവിക്കുവാൻ തക്കണം. ഹല്ലേലൂയ ഞാൻ ദൈവത്തിൻ്റെ മകനാകുന്നെന്നുള്ള ഹല്ലേലൂയ ചിന്തയോടുകൂടെ അവർ അവരുടെ ജോലി കാര്യങ്ങൾ ഏർപ്പെടുവാൻ തക്കണം നീ അവിടുന്ന് ഇടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്ന. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിന്റെ മക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടതായ കൃപ നീ അവിടുന്ന് ദാനം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ, നല്ല വഴികളെ കണ്ടെത്തണമേ. അത് കർത്താവെ ഞങ്ങൾക്ക് അവർക്ക് എല്ലാവർക്കും പ്രയോജനമായി തീരുവാൻ തക്കണം നീ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ പഠനമൊക്കെ പൂർത്തീകരിച്ച് നല്ല ഭാവിയിലേക്ക് എത്തുവാൻ തക്കണം നീ എല്ലാവരെയും നീ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. യുവജന സഖ്യത്തിൻ്റെ നേതൃത്വം നൽകുന്ന എല്ലാ നിന്റെ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് അവർക്ക് പ്രാർത്ഥിക്കുന്നു. സേവികാ സംഘത്തിനായി പ്രാർത്ഥിക്കുന്നു. സേവികാ സംഘ പ്രവർത്തകരെ എല്ലാവരെയും നീ ശക്തീകരിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. ദൈവരാജ്യത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം പ്രവർത്തനത്തിൽ നിന്റെ മക്കളും ഭാഗഭാക്കുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്
കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ തക്കണം നിന്റെ മക്കളെല്ലാവരെയും നീ ഇടയാക്കണമേ. കർത്താവെ കൂടുന്ന കൂട്ടായ്മയൊക്കെ അനുഗ്രഹപൂർണ്ണമായി നടക്കുവാൻ സഹായിക്കണമേ. നിന്റെ കൃപയിൽ എല്ലാവരെയും കാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇടപക്ഷ പ്രാർത്ഥനകളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഓരോ ഭവനങ്ങളിൽ കർത്താവെ പ്രാർത്ഥന നടത്തുവാൻ ഇതുവരെ നീ സഹായിച്ചുകൊണ്ടിരിക്കുക. നീയോട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ കൂടെ വന്ന വചനങ്ങൾ ആ ഭവനത്തിലൊക്കെ അനുഗ്രഹമായി തീരുവാൻ തക്കണം. ആ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ തക്കണം. ദൈവകൃപ കൂടുതലായി അനുഭവിക്കുവാൻ തക്കണം. ഇടയാക്കണമേ. തുടർന്ന് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ തക്കണം. നീ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സീനിയർ സിറ്റിസൺ ഫോറത്തിനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേദന മക്കൾ ഒരുമിച്ച് കൂടി ദൈവകൃപ അനുഭവിക്കുവാൻ എല്ലാവരെയും നീ അവിടുന്ന് ഇടയാക്കി സഹായിക്കുകയും ചെയ്യണമേ. വികസന സമിതിയെ നിന്റെ കരങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇടവകയിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെയും നീ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രായാധിക്യത്താൽ ഭവനങ്ങൾ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിന്റെ കരങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് സൗഖ്യം നൽകുന്നവരാകുന്നു, ബലം നൽകുന്നവരാകുന്നു, കൃപ പകരുന്നവരാകുന്നു. നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ആശ്വസിപ്പിക്കുന്ന എന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ. നിന്റെ ദൂതന്മാരാൽ അവരെ കാവൽ ചെയ്യുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിന്നോട് സന്നിധിയിൽ അപേക്ഷിക്കുന്നു. പലവിധമായ രോഗത്താൽ ഭാരം അനുഭവിക്കുന്ന നിന്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല വൈദ്യനായ കർത്താവ് നിന്റെ മക്കളുടെ രോഗങ്ങൾക്കൊക്കെ വിടുതൽ കൊടുത്ത് പൂർണ്ണാരോഗ്യ സൗഖ്യം ലഭിക്കുവാൻ തക്കണം. നീ അവിടുന്ന് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു. മെഡിക്കൽ കോളേജിൽ ആക്സിഡന്റായി പോയ അതിന്റെ മകൾക്കായി പ്രാർത്ഥിക്കുന്ന പൂർണ്ണ സൗഖ്യത്തോടുകൂടെ ഇടവയിൽ കടന്നു വന്ന് എന്റെ ദൈവം എനിക്ക് വലിയത് ചെയ്തു എന്ന് പറയുവാൻ തക്കണം. നിന്റെ മകളെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. വിവിധമായ രോഗത്താൽ ഭാരം അനുഭവിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മെത്രാപ്പൊലീത്ത തിരുമേനിക്കായി സമഗ്ര മെത്രാപ്പൊലീത്തമാരെ തിരുമേനിമാരെ എല്ലാവരെയും ആലയത്തിന്റെ കരങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ഇടവകൾ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാരെ കുടുംബങ്ങളായി നിന്റെ കരങ്ങളിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ സംഘത്തിലെ കർത്താവെ സുവിശേഷകരായിട്ട് കുടുംബങ്ങളായി ഓരോരോ മിഷൻ ഫീൽഡുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കൃപ നിന്റെ മക്കളോടുകൂടി ഉണ്ടായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇടവകയിൽ നിന്ന് പട്ടുകാരായ സേവനത്തിനായി പുറപ്പെട്ടിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരെയും അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്റെ കൃപയിൽ അവരെ കാത്തു പരിപാലിക്കണമേ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളെ ശരിയാവണ്ണം നടത്തുവാൻ തക്കണം, പാലിക്കുവാൻ തക്കണം. നീ അവിടുന്ന് ഇടയാക്കണമെന്ന് അപേക്ഷിക്കുന്ന ബോധത്തിക്കായി പ്രാർത്ഥിക്കുന്നു. അവനായിരിക്കുന്ന പ്രവർത്തകരുടെ കർത്താവേ നിന്റെ കൃപയിൽ ആശ്രയിച്ചിട്ട് വേല ചെയ്യുവാൻ തക്കണം. എല്ലാവരെയും നിലവരെ നീ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കണമേ. കൊട്ടാരത്തിൽ കൺവെൻഷനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭദ്രാസനത്തിന് അനുഗ്രഹമായിട്ടുള്ള വിധത്തിൽ ഈ വർഷം നടക്കുവാൻ തക്കൊണ്ട് ഇടയാകണമേ. ആലയത്തിനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ദൈവകൃപ കൂടുതലായി ദാനം ചെയ്ത് ഭദ്രാസനത്തെ ശരിയാവണ്ണം നടക്കുവാൻ തക്കൊണ്ട് ഇടയാകണമേ. ഭദ്രാസനത്തിലെ ഓരോ സംഘടനകളെയും നീ അനുഗ്രഹിക്കണമേ. ഓരോ പ്രസ്ഥാനങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. സ്തോത്രം. സമീപ ഇടങ്ങളിലൊക്കെ നടക്കുന്ന കൺവെൻഷനുകളൊക്കെ നീ അനുഗ്രഹിച്ച് സഹായിക്കണമേ. എഴുതുന്ന പ്രാർത്ഥന കേട്ടുന്ന സ്തോത്രം. സകലമാനവും മഹത്വത്തിൽ നേരിടുന്ന യേശുനാമത്തിനെ ആമേൻ. അഞ്ച് മിനിറ്റിൻ്റെ കഴിവ് അവസാനിക്കും നമ്മുടെ പ്രാർത്ഥന. ഈ ചെറിയൊരു കാര്യം പറയാം. അതായത് എബ്രഹാം ലിങ്കനെ പറ്റി അറിയാൻ വയ്യാത്തൊരു കാര്യം പറയാം. എനിക്കൊരു കാര്യം എബ്രഹാം ലിങ്കനെ പറ്റി അറിയാൻ വയ്യാത്തൊരു കാര്യം പറയാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. ഈ തിരക്കുള്ള ആളായിരുന്നു, പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം 91 സങ്കീർത്തനം വായിച്ച് മുറ്റമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന് ഒരു വെളിപ്പെടുത്തലുണ്ടായി. നാളെ അദ്ദേഹം ഒരു നാടകം കാണാനായി പോകുന്നുണ്ട്, ഒരു തിയേറ്ററിൽ. ആ തിയേറ്ററിൽ നാടകം കാണാനായി പോകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടും. ഇതാണ് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു വെളിപ്പെടുത്തൽ. പക്ഷേ ഇങ്ങനെ തോന്നാൻ പാടുള്ളൂ. അപ്പോൾ അദ്ദേഹം തൻ്റെ ഏറ്റവും അടുത്ത പ്രാർത്ഥനാ സുഹൃത്തായ ഇതേ വിളിച്ച് പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വെളിപ്പെടുത്തലുണ്ടായി. ഒരു 6 പറഞ്ഞു. 2 കാര്യങ്ങൾ. നമുക്കങ്ങനെ ഒത്തിരി ശത്രുക്കളുണ്ട്. അതിൻ്റെ അടിമ സമ്പ്രദായം നിർത്തലാക്കിയതുകൊണ്ട് കോടിക്കണക്കിന് ഡോളർ നഷ്ടം വന്ന ധാരാളം അടിമകളുണ്ടായിരുന്ന ആളുകളുണ്ട്. അവരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അടിമകളെല്ലാം സ്വതന്ത്രരായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ശത്രുക്കളുണ്ട്. ആഭ്യന്തര യുദ്ധത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മനസ്സിൽ തോന്നിയതായിരിക്കാം 1. 2 ദൈവജനം വെളിപ്പെടുത്തുന്നതായിരിക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നാളെ തിയേറ്ററിൽ പോകണം. അപ്പം അബ്രഹാം ലിങ്കൻ പറഞ്ഞു, വലിയ തിരക്കുള്ള ആളാണ്, ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
പലതും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നാളെ അവളുടെ കൂടെ നാടകത്തിൽ പോകാമെന്ന് ഒത്തിരി നാൾ മുമ്പ് സമ്മതിച്ചിട്ടുള്ളതാണ്. അവളോട് പറയണ്ട, നാളെ അവളുടെ കൂടെ നാളെ പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ ഒരു ദർശനം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അവൾ പേടിച്ചു പോയി. അതുകൊണ്ട് അവളെ വിഷമിപ്പിക്കണ്ട. ദൈവം നടക്കുന്ന പോലെ, ദൈവം ചിന്തിക്കുന്ന പോലെ, ദൈവം വരുത്തുന്ന പോലെയൊക്കെ വരട്ടെ. അതുകൊണ്ട് നാളെ എന്തായാലും പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തൻ്റെ ഭാര്യയുമായി ചേർന്ന് അദ്ദേഹം നാടകത്തിൽ പോകുന്നത്. അവിടെ അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയാണ്. ചില വെളിപ്പെടുത്തലുകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു വെളിപ്പെടുത്തലുണ്ടാകും. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് വെളിപ്പെടുത്തുന്നത് ഈ വർഷത്തെ കൺവെൻഷൻ ഭയങ്കര അനുഗ്രഹമാണെന്നുള്ളതാണ്. ഒത്തിരി അനുഗ്രഹമാണെന്നുള്ളതാണ് എൻ്റെ മനസ്സിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ അനുഗ്രഹത്തിന് എല്ലാവരും കിട്ടത്തക്ക വണ്ണം നമ്മൾ ജാഗ്രതയോടെ എല്ലാവരും വരണം. ആളുകൾ മടിച്ചിരിക്കുന്നവരെ മുതലും വലിയ അനുഗ്രഹം ഉണ്ടാകാനായിട്ട് കഴിയുന്നു എന്നുള്ളത് അവരെ ഓർപ്പിക്കണം, ധൈര്യപ്പെടുത്തണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധി കിട്ടാത്തവരായി തോന്നുന്നത് മനസ്സിലായ അനുഗ്രഹം കിട്ടാനായിട്ട് വലിയ അനുഗ്രഹം കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലായത്. ദൈവത്തിൻ്റെ കൺവെൻഷനെ പറ്റി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലെല്ലാം വലിയ അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നുണ്ട്, വലിയ അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് വലിയ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളൊരു മുഖാന്തരമായിട്ട് കൺവെൻഷൻ മാറണം എന്നുള്ളത് സാധനം. എല്ലാവരും നാളെ വരണം, എല്ലാവരെയും കൊണ്ടുവരാനായി ശ്രമിക്കണം. വാഹനങ്ങളുള്ളവർ മറ്റുള്ള ആളുകളെ വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ആരെങ്കിലും മണി പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങളുടെ അനുഗ്രഹമാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഞാൻ ഓരോരുത്തരെ ഏൽപ്പിക്കുകയാണ്. അവിടെ ഇന്ന് വന്ന് വലിയ സന്തോഷം. പ്രാർത്ഥനയോട് രാത്രിയിലും നാളെയെല്ലാം നിങ്ങൾ പ്രാർത്ഥനകൾ എനിക്കറിയാം. പ്രാർത്ഥനയോട് വേണ്ടി ജാഗ്രതയോട് ഒരുക്കത്തോടെ എല്ലാവരും മാറണമെന്നാണ് സ്ഥലത്തോട് ഓർപ്പിക്കട്ടെ. നമുക്ക് അവസാനിപ്പിക്കാം. ജോൺ സാറ് ചുരുക്കമായിട്ട്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൻ്റെ ഈ സന്ധ്യാവേളയിൽ കർത്താവെ അങ്ങയുടെ ആലയത്തിലായി ഞങ്ങൾ പ്രവേശിപ്പാനും കർത്താവെ ഞങ്ങളെ തന്നെ ദർശനങ്ങളിൽ അല്പസമയം താഴ്ത്തി സമർപ്പിക്കുവാനും ലഭിച്ച നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂടിവരവിൻ്റെ ഉദ്ദേശം അവിടുന്ന് ഉന്നമയെ അറിഞ്ഞിരിക്കുന്നതിനാണ് സ്തോത്രം. ഞങ്ങളുടെ ആലോചനയല്ല കർത്താവെ, സ്വർഗത്തിൻ്റെ ആലോചനയും സ്വർഗീയമായ തീരുമാനങ്ങളും സ്വർഗീയമായ നിയോഗങ്ങളും ഞങ്ങളിൽ കൂടെ ഈ ഭൂമിയിൽ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളായിരിക്കുന്ന ദേശത്ത് കർത്താവിൻ്റെ ശുശ്രൂഷ പ്രാവർത്തികമാക്കുവാൻ തക്കവണ്ണം ഞങ്ങളേവരെയും അവിടുന്ന് ഒരുക്കണമേ എന്നപേക്ഷിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ ഈ വർഷത്തെ കൺവെൻഷനെ പ്രത്യേകമായി ദിവസത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. കർത്താവെ, ഞങ്ങളുടെ കൺവെൻഷൻ്റെ ഒരു വർഷം കൂടെ ഞങ്ങൾ കൺവെൻഷൻ നടത്തി എന്ന കർത്താവെ, ഞങ്ങൾ അതിൻ്റെ കണക്ക് കൂട്ടുവാനായിട്ടല്ല കർത്താവെ, ഞങ്ങൾ ഈ വർഷത്തെ കൺവെൻഷൻ ഓരോ വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അവിടുന്ന് പ്രവർത്തിക്കുമാറാണമേ എന്നപേക്ഷിക്കുന്നു. കർത്താവെ, ഈ വർഷം കർത്താവെ തിരുവചനം ധ്യാനത്തിനായി കടന്നു വരുന്ന എൻ്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും ദൈവം ഈ ദേശത്തേക്ക് അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മനിറവോടുകൂടി ദൈവവചനങ്ങളെ ഈ ദേശത്ത് ഘോഷിക്കുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ ആത്മാവിൽ ബലപ്പെടുത്തുമാറാണമേ. കർത്താവെ, ഞങ്ങളുടെ കൺവെൻഷൻ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഇടവകയ്ക്ക് മാത്രമല്ല, ഞങ്ങളുടെ ഇടവകയിലെ ഭവനങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളുടെ കൺവെൻഷൻ ഞങ്ങളുടെ പ്രകാശമായി തീരുവാൻ ശബ്ദപരിധിക്കുള്ളിൽ ആരൊക്കെ ആയിരിക്കുന്നു അവിടെയോ അവരൊക്കെയും ആത്മാവിൽ കർത്താവെ അനുഗ്രഹം പ്രാപിച്ചവരായി തീരുവാൻ തക്കവണ്ണം ഈ വർഷത്തെ കൺവെൻഷൻ അവിടുന്ന് ഒരുക്കണമേ എന്നപേക്ഷിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുവാൻ ഓരോ ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ എന്നപേക്ഷിക്കുന്നു. നല്ല നിലത്തിൽ വീണ വിത്ത് പോലെ കർത്താവെ അത് ഏറ്റവും ഫലപ്രദമായി കർത്താവെ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം വചനങ്ങളെ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുമാറാണമേ എന്നപേക്ഷിക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾക്ക് ഈ ഇടവകയ്ക്ക് നേതൃത്വം നൽകുവാൻ അച്ഛനെ അവിടുന്ന് ഒരുക്കിയിരിക്കുന്നതിനായി കർത്താവെ, ഞങ്ങളുടെ ദേശത്തേക്ക് അവിടുന്ന് കൂട്ടി വരുത്തിയതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അച്ഛനോട് ലഭിക്കുന്നതായ നേതൃത്വങ്ങൾക്കായി സ്തോത്രം. അച്ഛനോട് ലഭിക്കുന്നതായ തിരുവചന സത്യങ്ങൾക്കായി അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അച്ഛനോട് ലഭിക്കുന്നതായ വചനങ്ങളെ ഓരോന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ, നന്മയോടുകൂടി കർത്താവെ ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ ഒക്കെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്നപേക്ഷിക്കുന്നു. വചനം കേട്ട് ഞങ്ങൾ ആരും ഒരിക്കലും ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, ശിക്ഷാവിധിക്ക് മുഖാന്തരമായി തീരുവാനായിട്ടല്ല, രക്ഷയ്ക്ക്, നിത്യമായ രക്ഷയ്ക്ക്,
നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോ ദിവസത്തെ കർത്താവെ ധ്യാനവും ഞങ്ങൾക്ക് മുഖാന്തരമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ വർഷത്തെ കൺവെൻഷന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ. അതിന് നേതൃത്വം കൊടുക്കുന്നവർ, ഇതിൻ്റെ കമ്മിറ്റിക്കാർ, ചുമതലക്കാർ, കർത്താവ് ഇതിൻ്റെ എല്ലാവിധമായ ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും പങ്കാളികളാകുന്ന എല്ലാവരെയും ദിവസങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പുകഴ്ചയ്ക്കല്ല, ഞങ്ങളുടെ കർത്താവെ നാമമഹത്വത്തിനല്ല, കർത്താവിൻ്റെ നാമമഹത്വം എടുക്കുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ദിവസങ്ങളിലേക്ക് താഴ്ത്തുന്നു. തിരുനാമം മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയവുണ്ടായി കേൾക്കുമാറാണമേ. എല്ലാവർക്കും സത്യസ്നാങ്ങളുടെ പിതാവേ, രാജ്യങ്ങളെ പോലെ പുണ്യമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പുരുഷനിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടത്തിൽ നിന്നും രക്ഷിച്ചു വെക്കണമേ. അതുകൊണ്ടുള്ള രാജ്യവും ശക്തിയും മഹത്വവും നീങ്ങുന്നതാകുന്നു. ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിനെ പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആത്മീയമായ ഈ ഒരു പ്രാർത്ഥനയും എന്നോടുകൂടെ ഒരു സംബന്ധിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പരിശുദ്ധമായ ത്രിയേകതയും ബലഹീനതയും പൂർവ്വമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്നെ സിംഹാസനത്തിന് മുമ്പാക്കി കൈക്കൊള്ളുകയും നാളെ മുതൽ ആരംഭിക്കുന്ന നമ്മുടെ കൺവെൻഷനും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹവും സന്തോഷകരവുമാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.